السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. قال الله عز وجل يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം, ദിക്റുകൾ ചൊല്ലണം. ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കണം, ദിക്റുകൾ ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ശാന്തിയും സമാധാനവും ദിക്റിലൂടെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. തീർച്ചയായും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ദിക്റിലൂടെ തങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി കണ്ടെത്തുകയും ചെയ്യുന്നവർ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയല്ലാതെ മറ്റെന്തിലൂടെയാണ് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അനവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. عن أبي الدرداء رضي الله عنه قال قال النبي صلى الله عليه وسلم ألا أنبئكم بخير أعمالكم وأزكاكم عند مليككم وأرفعها في درجاتكم. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു കർമ്മത്തെക്കുറിച്ച്,
വഅസ്കാകും ഇൻദ മലീകികും, അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് ഏറ്റവും സ്ഥാനം ലഭിക്കുന്ന, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മത്തെക്കുറിച്ച്, വഅർഫഉഹാ ഫീ ദറജാതികും, നിങ്ങളുടെ പദവികളെ ധാരാളമായി ഉയർത്തുന്നതായ വലിയ സ്ഥാനം റബ്ബിൻ്റെ പക്കൽ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു കർമ്മത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയും ധാരാളമായി ദാനം ചെയ്യുന്നതിനേക്കാൾ ഒരു പണത്തിൻ്റെയും മുടക്കില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമാകുന്നു അത്. വഖൈറുൽ ലക്കും മിൻ അൻ തുൽഖു അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടി വരികയും ശത്രുവിനെ കണ്ടുമുട്ടി അവിടെ പടവെട്ടുകയും ചെയ്യുന്നതിനേക്കാൾ അഫ്ളലായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുല്ലാഹി തആല, ആ കർമ്മമാണ് അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചൊല്ലുക എന്നുള്ളത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും എളുപ്പത്തിൽ അവന് ചെയ്യാൻ സാധിക്കുന്നതായ കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان سبحان الله وبحمده سبحان الله العظيم. ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന അല്ലാഹുവിനെ അയാൾ സ്മരിക്കുന്ന പക്ഷം അത് അവനെ സംബന്ധിച്ചിടത്തോളം നാവിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അവൻ്റെ പ്രതിഫലത്തിൻ്റെ തുലാസിൽ അത് ഏറെ കനം തൂങ്ങുന്നതായ കാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, عن عبد الله بن بسر رضي الله عنه أن رجلا قال يا رسول الله إن شرائع الإسلام قد كثرت علي فأخبرني بشيء أتشبث به. قال صلى الله عليه وسلم لا يزال لسانك رطبا من ذكر الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാൻ, അള്ളാഹുവിൻ്റെ റസൂൽ, ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ ധാരാളമുണ്ട്, ഇസ്ലാമിൽ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട്, ഇതിൽ ഏത് കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്, എനിക്ക് സ്ഥിരമായി ചെയ്യാൻ സാധിക്കുന്ന പ്രയാസമില്ലാത്തൊരു കർമ്മം എനിക്ക് പറഞ്ഞു തന്നാലും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി തആല, നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നനഞ്ഞതായിരിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നനഞ്ഞ നാവായിരിക്കണം നിന്റെ നാവ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. അൻ അബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല النبي صلى الله عليه وسلم مثل الذي يذكر ربه والذي لا يذكر به كمثل الحي والميت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹുവിനെ ഓർക്കാത്തൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മരിച്ചൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുക, എപ്പോഴും ദിക്റുകൾ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്
അദ്ദേഹത്തിൻ്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നത് കാണാൻ സാധിക്കും. ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വദ്ദിക്റു മൻ ഉഅതിയഹു ഇത്തസൽ വമൻ മുനിഅഹു ഉസിൽ വഹുവ ഖൂതു ഖുലൂബിൽ ഖൗമി അല്ലദീ മതാ ഫാറഖഹാ സാറത്തിൽ അജ്സാദു ഖുബൂറാ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ആരെങ്കിലും ധാരാളമായി ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ, ദിക്ർ എന്ന് പറയുന്നത് റബ്ബുമായുള്ള അവൻ്റെ ബന്ധമാണ്. അള്ളാഹുവുമായി അവനെ ബന്ധപ്പെടുത്തുന്നത് ദിക്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദിക്ർ ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടാൽ അള്ളാഹുവുമായിട്ടുള്ള അവൻ്റെ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് അർത്ഥമാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മളുടെ ശരീരത്തിൻ്റെ വിശപ്പടക്കാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദിക്ർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ദിക്ർ അന്യം നിൽക്കുന്ന പക്ഷം ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം ഖബറിനെ പോലെയായിത്തീരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ സ്മരിക്കുന്ന മനുഷ്യനും സ്മരിക്കാത്ത മനുഷ്യനും കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളൊരു മനുഷ്യനും മരിച്ചൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അപ്രകാരമാണ് എന്നാണ്. ആ ആത്മാവിന് വസിക്കാൻ കൊള്ളാത്ത ശരീരമായ അവൻ്റെ ശരീരം മാറുന്നു. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്ന സത്യവിശ്വാസികൾ, അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ പറയുന്നു, അള്ളാഹുവെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അള്ളാഹുവെ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അള്ളാഹുവെ, ആ നരകത്തിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ടും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അല്ലാഹു ശമനം നൽകുകയും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وأطعم جائعهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم عليك باليهود الظالمين. اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك. اللهم حرر الأقصى من الكفرة الظالمين وارزقنا فيه صلاة قبل الممات برحمتك يا أرحم الراحمين. وأقم الصلاة.